മലയാളത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന കാവ്യരചനാ വൈഭവത്തിന്റെ മൂർത്തിമത് ഭാവമായ ആ മഹാനുഭാവന്റെ വിയോഗത്തിന് അല്ലെങ്കിൽ ആ മഹാനുഭാവൻ വിടവാങ്ങി ഇന്നേക്ക് 15 ആണ്ട് പിന്നിടുന്നു. തൂലികയുടെ അരക്കെട്ടിൽ വിരൽത്തുമ്പുകൾ കൊണ്ട് മായാജാലം സൃഷ്ടിച്ച് കടലാസിന്റെ മാറിടങ്ങളിലേക്ക് വാക്കുകൾ, അക്ഷരങ്ങൾ വാരി വിതച്ച അലയോ മഹാനുഭാവ. വീണ്ടും ഒരു ഓർമ്മ പുതുക്കലാണ് ഈ വീഡിയോ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഓർമ്മ പുതുക്കാനായിട്ട് ഒരിക്കൽ പോലും അങ്ങ് മറവിയുടെ മരീചികയിലേക്കൊന്നും പോയിട്ടില്ല. അങ്ങനെ ഒരിക്കൽ പോലും അങ്ങേ മറക്കാനും കഴിയില്ലല്ലോ മലയാളികളായ സംഗീത ആസ്വാദകർ അല്ലെങ്കിൽ കാവ്യാസ്വാദകർ. അങ്ങയുടെ കരസ്പർശം ഏറ്റുവാങ്ങാനായി കാത്തു നിൽക്കുന്ന തൂലികയുണ്ട്, കടലാസുകളുണ്ട്, അതോടൊപ്പം കടൽക്കരയോളം പോകുന്ന കലാ ആസ്വാദകരുണ്ട്. ഇവരെല്ലാവരും നിറമഴികളോടുകൂടി ഇന്നും അങ്ങയുടെ ഓരോ വരികളും കേൾക്കുകയാണ്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഇന്നലെ ഞങ്ങളുടെ നെഞ്ചിലെ മൺവിളക്ക് ഊതിക്കെടുത്തി അങ്ങ് ഒരു യാത്ര പോയി. മറവി മനുഷ്യന്റെ കൂടപ്പിറപ്പാണെന്നറിയാം. എന്നിരുന്നാൽ കൂടിയും മലയാളത്തിന് കിട്ടിയ ഈ അമൂല്യ നിധിയെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി ഇന്നും ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളറകളിൽ താങ്കൾ ഒരു കെടാവിളക്കായി തന്നെ നിലകൊള്ളുന്നുണ്ട്. 2010 ഫെബ്രുവരി 10 ശരിക്കും ഒരു കരിദിനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി എന്ന വ്യക്തിയെ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു മനുഷ്യൻ. ഞാനെന്നല്ല, ഓരോ മലയാളിയും അവർ ഓരോരുത്തരും ഒരു നേരമെങ്കിലും താങ്കളുടെ അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിലൂടെ കടന്നു പോകാൻ ഒരു മലയാളിയും ഉണ്ടാവില്ല. ഒരു നേർത്ത തന്നെ അലിവോടെ വന്നെറുകിൽ തലോടി മാഞ്ഞുപോയി. ശരിക്കും നമ്മള് വിഷാദത്തിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷനിലേക്ക് ഇരിക്കുമ്പോൾ ശരിക്കും ആ വരികളെ കേൾക്കുമ്പോൾ എന്ത് ആശ്വാസമാണ്. അതൊക്കെ താങ്കളുടെ തൂലികയിലൂടെ, അതും ചില നിമിഷങ്ങൾ കൊണ്ട് മാത്രം 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് താങ്കൾ പൂർത്തീകരിക്കുന്ന വാക്ക് അല്ലെങ്കിൽ വരികൾ, അക്ഷരങ്ങൾ. അതുകൊണ്ട് തന്നെ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന മഹാനുഭാവൻ, ആ ഒരു എഴുത്തിന്റെ തമ്പുരാൻ, അക്ഷരങ്ങൾ വെച്ച് അമ്മാനമാടുന്ന, എനിക്ക് തോന്നുന്നു 51 അക്ഷരങ്ങളെക്കാൾ കൂടുതൽ എത്രയോ കണക്കിന് അക്ഷരങ്ങളാണ് ആ മനുഷ്യന്റെ ഭാണ്ഡക്കെട്ടുകൾക്കുള്ളിൽ എന്ന് തോന്നിപ്പോകും. എല്ലാ സംഗീത സംവിധായകരെയും പ്രേക്ഷകരെയും ഒക്കെ അമ്പരപ്പിച്ച് അനവധി നിരവധി പുരസ്കാരങ്ങൾ, ദേശീയമാണെങ്കിലും സംസ്ഥാന പുരസ്കാരങ്ങളാണെങ്കിലും അതല്ലാതെ മറ്റ് മീഡിയ പുരസ്കാരങ്ങളാണെങ്കിലും അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ, എല്ലാത്തിനും ഏത് രീതിയിൽ ഏത് ജോണർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം വരികളുടെ ഒരു പ്രളയം സൃഷ്ടിക്കുവാൻ കഴിവുള്ളൊരു മനുഷ്യൻ ഇന്നും നമ്മുടെ മലയാള സിനിമാ ശാഖയിലെ എഴുത്തിന്റെ ഓരോ മേഖലകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗാനരചനാ വൈഭവത്തിൽ അങ്ങേ വല്ലാനൊരു എഴുത്തുകാരനില്ല എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. അത്രമാത്രം അങ്ങ് എന്ന് പറയുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന വ്യക്തി മലയാള ഗാനരചനാ ശാഖയിലെ ഒരു വലിയ വടവൃക്ഷം തന്നെയാണ്. ഇന്നും പിഴുതു മാറ്റാൻ കഴിയാത്ത 1000 വേരുകളായി ഉറച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷം തന്നെയാണ്. എഴുത്തിന്റെ തമ്പുരാൻ ഒരിക്കലും അസ്തമയം ഉണ്ടാവില്ല, അത് അസ്തമിക്കാൻ പാടില്ല. അസ്തമിക്കാത്ത പകലുകളാണ് അങ്ങയുടെ വാക്കുകൾ, അങ്ങയുടെ എഴുത്തുകൾ, അങ്ങയുടെ അറിവുകൾ, അങ്ങയുടെ ജീവിതങ്ങൾ. വാക്കുകൾ കൊണ്ട് ധാരാളിത്തം കാട്ടുന്നില്ല. എഴുത്തുന്ന മേഖലയിൽ ശരിക്കും എനിക്കൊരു ദ്രോണാചാര്യനുണ്ടെങ്കിൽ ഞാൻ നിസ്സംശയം ഞാനത് പറയും, അത് താങ്കൾ തന്നെയാണ്. മലയാളത്തിന്റെ ഗാനരചനാ വൈഭവമായ ഗിരീഷ് പുത്തഞ്ചേരിക്ക് അദ്ദേഹത്തിന്റെ രചനാ വൈഭവത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി നമ്ര ശിരസ്കനായി ആ പാദങ്ങളും കുമ്പിട്ടുകൊണ്ട് നിർത്തുന്നു.